ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് RCMൻ്റെ ഗുഡ് ഡോട്ടിൻ്റെ ഒരു 2 പ്രോഡക്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറി പേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ സോയാബീൻ തന്നെയാണ്. പക്ഷേ സാധാരണ നമുക്ക് കിട്ടുന്ന സോയാബീനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുഡ് ഡോട്ട് അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പറഞ്ഞാൽ ഒറിജിനൽ സോയാബീൻ, പ്രോട്ടീൻ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുന്ന ഒരു സോയാബീൻ. ഞാനതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഒരു അരിപ്പയിലേക്ക് വാർത്തെടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കൊരു കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ RCMൻ്റെ തന്നെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം 2 മീഡിയം സൈസ് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി 1 ടീസ്പൂൺ മതി, ഒരുപാട് ഇടരുത്. പിന്നെ അതേപോലെ 2 പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മുടെ കറി പേസ്റ്റിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടി ഇടാം. അതിന് ശേഷം ഒരു വലിയ തക്കാളി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കറി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പറയുന്നത് 250 ഗ്രാം ഏത് ഐറ്റമാണ്, ചിക്കൻ ആണെങ്കിലും സോയാബീൻ ആണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും 250 ഗ്രാമിന് ഇതുപോലെ ഒരു പാക്കറ്റ് കറി പേസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൽ വേറെ ഒരു മസാലപ്പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇതിലുണ്ട്. ഇതൊരു പ്രത്യേക ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറി പേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ല നമുക്ക് മസാല പോലെയൊക്കെ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ സോയാബീൻ നമുക്ക് കടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ സ്പോഞ്ച് പോലെയുള്ള ആ ഒരു സോയാബീൻ അല്ല കേട്ടോ. അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇറച്ചി കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല പ്രോട്ടീൻ കണ്ടൻറ്റും ഉണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോയാബീൻ ആകുമ്പോൾ അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഞാനിതിൽ അധികം വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ മസാല ആ ടൈപ്പാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സിമ്പിളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കറി പേസ്റ്റ് കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ പ്രോട്ടീസ് വെച്ച് കുക്ക് ചെയ്യണത്. ഞാനത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.